അമിത് അക്കാലക്കൽ വീണ്ടും കസ്റ്റംസിന് മുന്നിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിനായാണ് ഹാജരായത്. ഇടനില നിന്ന് താരങ്ങൾക്ക് വാഹനങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തത് താനാണ് എന്ന ആരോപണത്തെ പക്ഷേ അമിത് തള്ളി. ഇടനില നിന്നുകൊണ്ട് വാഹനങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നത് എന്നാണല്ലോ ഒരു ചുമ്മാ പറയണ ആർക്ക് എന്ത് വേണേ പറയാമല്ലോ. എനിക്ക് അവരായിട്ട് ഇപ്പോൾ അവിടെ പണിയാൻ വേണ്ടി വന്ന ഒരു വണ്ടിയുടെ ഓണറത്, അതിന്റെ ബാക്കി എനിക്ക് അറിയത്തില്ല. കസ്റ്റംസിനെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇക്കാര്യം? അല്ല, എന്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതുകൊണ്ടാണ് ഇപ്പൊ കൊടുത്തിട്ട് തിരിച്ചു ഞാൻ പോകുന്നത്. ആർക്ക് എന്ത് കസ്റ്റംസ് ഒരിക്കലും അങ്ങനെയില്ല. കാര്യം അവരെന്നോട് ചോദിച്ച സമയത്ത് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞാണ്. അവരെല്ലാം അങ്ങനൊന്നും അവർ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ചുമ്മാ വെറുതെ പറയരുത്. വീണ്ടും ഹാജരാവാൻ ആവശ്യപ്പെടുന്നത് ഇല്ലില്ല. എന്നോട് ഈ സമയത്ത് ഓരോ വണ്ടികളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വരുമ്പോൾ കൊടുക്കാൻ പറഞ്ഞു. എന്റെ വണ്ടിയുടെ കിട്ടിയപ്പോൾ ഞാനിപ്പോ കൊടുക്കാൻ വന്നു. വിളിച്ച പ്രകാരമല്ല. അല്ല, എന്നെ കിട്ടിയപ്പോ തന്നെ ഞാൻ വന്ന. രാഗിനുണ്ട്. രാഗിൻ, ഈ താരങ്ങൾക്കൊക്കെ വാഹനം വാങ്ങി നൽകിയത് ഇദ്ദേഹമാണോ എന്ന തരത്തിലുള്ള സൂചനകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് പരിപൂർണമായി നിഷേധിക്കുകയല്ലേ? അതായത് നടൻ അമിത് ചക്കാലക്കൽ വീണ്ടും കസ്റ്റംസിന് മുന്നിൽ ഹാജരായി. അതായത് നേരത്തെ ഈ അമിത് ചക്കാലക്കലിന്റെ വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ രേഖകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഹാജരാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എത്തിയത്. പക്ഷേ കസ്റ്റംസ് നേരത്തെ വ്യക്തമാക്കിയത് അമിത്തിന്റെ പക്കൽ നിന്ന് 7ഓളം വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ അമിത് പറയുന്നത് ഒരു വാഹനമാണ് തൻ്റെത്, മറ്റുള്ളത് തൻ്റെ കെയർ ഓഫിൽ വന്ന വാഹനങ്ങളാണ് എന്നതാണ്. പിന്നീട് കസ്റ്റംസ് സംഘം വ്യക്തമാക്കിയത് ഈ മറ്റു താരങ്ങൾക്കടക്കം വാഹനം ഏർപ്പാടാക്കി നൽകുന്നതിലെ ഒരു പ്രധാന കണ്ണിയായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഈ അമിത് ആണെന്ന ആരോപണം കസ്റ്റംസ് മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള വാഹനക്കടത്ത് റാക്കറ്റുമായി അമിത്തിന് ചില ബന്ധങ്ങളുണ്ട് എന്ന സൂചനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളും ഒക്കെ തന്നെ കസ്റ്റംസ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ തള്ളുകയാണ് അമിത് പറയുന്നത് അത് ശരിയല്ല. മാത്രമല്ല, കസ്റ്റംസിന് അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല എന്നതുമാണ്. എന്തായാലും അമിത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാംഗിളിലുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചും ഏകദേശം 150 മുതൽ 200 വരെ വാഹനങ്ങൾ ഇവിടെ ഓടുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 38ഓളം വാഹനങ്ങൾ മാത്രമാണ്. ഇനിയും 100ലധികം വാഹനങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിലേക്ക് കസ്റ്റംസ് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരാംഗിളായി വെച്ച അന്വേഷണം നടത്തുന്നത് ഈ അമിത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് 1 വർഷം മുൻപ് 3 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അത് തമിഴ്നാട് സ്വദേശികളായിരുന്നു, റാക്കറ്റുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അവരിൽ നിന്നടക്കം കിട്ടിയ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കസ്റ്റംസ് കഴിഞ്ഞ 1 വർഷമായി മുന്നോട്ട് പോയത്. തുടർന്നാണ് വ്യാപകമായിട്ടുള്ള റെയ്ഡ് ഓപ്പറേഷൻ നുങ്കോർ നടത്തിയത്. അങ്ങനെ അവരിൽ നിന്നടക്കം കിട്ടിയ ചില വിശദാംശങ്ങളാണ് അമിത്തിലേക്ക് കണക്ട് ചെയ്യുന്ന വിവരങ്ങൾ കിട്ടിയത് എന്നതാണ് കസ്റ്റംസ് പറയുന്നത്. എന്തായാലും അമിത് ഇത്തരം ആരോപണങ്ങളെ തള്ളുകയാണ്. പക്ഷേ കസ്റ്റംസ് അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുകയുമാണ്.